ഹോർമൂസിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷാ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലും ടാങ്കറുകളിലുമുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കും. അടിയന്തര ഘട്ടത്തിൽ നാവികർക്കായി ലേസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 7 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ തന്നെയുണ്ട്. ഷിപ്പിംഗ്, വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്ഥിതി നിയന്ത്രണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിൽ ഇന്ത്യക്ക് പൂർണ്ണമായി തന്നെ ഇന്ധനങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇറാൻ വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ ഒരുക്കും എന്നൊക്കെ ഇന്ത്യക്ക് മേൽ ഇറാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ഒരു വിശ്വാസമില്ല. കാരണം സ്വന്തം ഉദ്യോഗസ്ഥരുടെ സുരക്ഷ അതാത് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. സ്വന്തം രാജ്യത്തെ ഉദ്യോഗസ്ഥർക്ക് ജീവഹാനി സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ അതാത് രാജ്യം തന്നെ ശക്തമായ ഒരു നീക്കം അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസിലുള്ള നാവികരുടെയൊക്കെ അവരുടെ സുരക്ഷയും അവരുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കാനായിട്ട് പ്രത്യേക ഡാഷ്ബോർഡ് സംവിധാനങ്ങളും ലേസൺ ഓഫീസർമാരെയൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയോഗിച്ചത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യ അതീവ ജാഗ്രത ഘടിപ്പിച്ചത്. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഒമാൻ തീരത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ സർക്കാർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഓരോ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുമെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദേശത്തെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എല്ലാ മന്ത്രാലയങ്ങളും അതോടൊപ്പം തന്നെ ഏജൻസികളും മിഷനുകളും ഏത് സാഹചര്യത്തിലും പിന്തുണയും സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 3 തവണയാണ് ഇന്ത്യൻ കപ്പലുകൾ US ആക്രമിച്ചത്. US ഒമാൻ തീരത്ത് നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിനരികിലൂടെ സഞ്ചരിച്ച ഇന്ത്യൻ കപ്പലുകൾ അതായത് MT ജൽവീറിനെതിരെയും ആക്രമണമുണ്ടായി. സൊഹറിൽ നിന്ന് 21 നോട്ടിക്കൽ മൈൽ ദൂരെ വച്ചാണ് ആക്രമണമുണ്ടായത്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കരാറിലൊക്കെ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല ഇരു രാജ്യങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹോർമൂസ് കടലിടുക്കിൽ UAEയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ക്രൂയിസ് മിസൈൽ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ സമുദ്രപരിധിക്കുള്ളിൽ തെക്കൻ കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മോംബാസ. അതോടൊപ്പം തന്നെ അൽ ബാഹിയ എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം X പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ മൊബാസ എന്ന കപ്പലിലെ ജീവനക്കാരായിരുന്നു. പരിക്കേറ്റ മറ്റ് 8 പേരിൽ 6 പേർ ഇന്ത്യൻ പൗരന്മാരും 2 പേർ യുക്രൈൻ പൗരനുമാണ്. ആക്രമണത്തെ തുടർന്ന് കപ്പലുകളിൽ തീപിടുത്തമുണ്ടായെന്നും നിലവിൽ ഇരു കപ്പലുകളിലെയും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഗൾഫ് കപ്പൽ പാതകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവുമാണിതെന്ന് UAE അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE പ്രതികരിക്കാനുള്ള പൂർണ്ണമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി സായുധ സേന അതീവ ജാഗ്രതയിലാണ്. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളെ വിശ്വസിക്കാതെ കൂടുതൽ ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നാണ് മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നത്.